Hi friends, welcome to my channel. Actually, I have class videos stop students in the request Sulfikaram, Ashudim, Gobigam on the rule of the road Chayamana Jarikino, other Ulysses Chochitunda. Next Ulysses upload in the Irikim, on the rule of the road. In a link put your notification on the Tunda, Ningle exam, part on English exam 25th Allah, 2016 start even at the BCom IALM, BA IALM. 26th നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസ് എക്സാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഓൺ ദി റൂൾ ഓഫ് ദ റോഡ് ബൈ A.G. Gardiner. A.G. Gardiner, he was a renowned essayist of 20th century. He wrote under the pseudonym Alpha of the Plough. His essays were loved and appreciated by all, and his essays were written in an elegant and graceful style which provide not only entertainment but also social education too. Okay. അപ്പോൾ ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ, on the rule of the road by Alfred George Gardiner. Okay. Alfred George Gardiner 20th century famous ആയിട്ടുള്ള essayist ആണ്, renowned essayist ആണ് Alfred George Gardiner. He wrote under the pseudonym Alpha of the Plough. Okay, Alpha of the Plough എന്ന് പറയുന്ന pseudonymല ഈ A.G. Gardiner essays ഒക്കെ ചെയ്തിരുന്നത് കേട്ടോ. ഹിസ് എസ്സേസ് ആർ ലൗഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എസ്സേസ് ആണ്. ആൻഡ് ഹിസ് എസ്സേസ് പ്രൊവൈഡ് നോട്ട് ഓൺലി എൻ്റർടൈൻമെൻറ്റ് ബട്ട് ഓൾസോ സോഷ്യൽ എഡ്യൂക്കേഷൻ. മോറൽ വാല്യൂസ്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു മെസ്സേജ് കിട്ടുന്ന എസ്സേസ് ആണ് ഈ A.G. ഗാർഡിനറുടെ എസ്സേസ്. The present essay on the rule of the road is taken from his collection Leaves in the Wind. അപ്പോൾ ഇങ്ങനെ വരുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഒരു പ്രസൻറ്റ് എസ്സേ ഓൺ ദി റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്ന പ്രസൻറ്റ് എസ്സേ ഈസ് ആൻ എക്സ്ട്രാക്ട് വിച്ച് ഈസ് ടേക്കൺ ഫ്രം ഹിസ് കളക്ഷൻ ലീവ്സ് ഇൻ ദ വിൻഡ്. ഓക്കെ, ലീവ്സ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് എസ്സേസിൽ നിന്നുള്ള ഒരു എസ്സേ ആണ് ഏതാ ഓൺ ദി റൂൾ ഓഫ് ദ റോഡ്. സോ ഇറ്റ്സ് ആൻ എക്സ്ട്രാക്ട്, ആൻഡ് ഇൻ ദിസ് എക്സ്ട്രാക്ട് ഗാർഡിനർ സ്ട്രെസ്സസ് the need for people to give due consideration to the rights of others so that the rights of everybody in the society becomes a reality. അപ്പോൾ വാട്ട്സ് ദ തീം ഓഫ് ദ എസ്സേ? ഈ എസ്സേയുടെ തീം എന്താണ്? ഈ ഒരു എസ്സേയിലൂടെ, ഈ ഒരു എക്സ്ട്രാക്റ്റിലൂടെ ഗാർഡിനർ സ്ട്രെസ് ചെയ്യുന്നു ദ നീഡ് ഫോർ പീപ്പിളിൻ്റെ ആ ഒരു നീഡ്. എന്തിനു വേണ്ടിയിട്ടുള്ള നീഡാ? ടു ഗീവ് ഡ്യൂ കൺസിഡറേഷൻ ടു ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ റൈറ്റ്സിനും എന്ത് കൊടുക്കണം? കൺസിഡറേഷൻ കൊടുക്കണം. അല്ലാതെ ഇത് എൻ്റെ റൈറ്റ്സ് ആണ്, എൻ്റെ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. മറ്റുള്ളവരുടെ റൈറ്റ്സിനും നമ്മൾ എന്ത് കൊടുക്കണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ദാറ്റ് ദ റൈറ്റ്സ് ഓഫ് എവരിബഡി ഇൻ ദ സൊസൈറ്റി ബിക്കംസ് എ റിയാലിറ്റി. നമ്മുടെ റൈറ്റ്സിനൊപ്പം അല്ലേ മറ്റുള്ളവരുടെ റൈറ്റ്സിന് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ മാത്രമേ ദ റൈറ്റ്സ് ഓഫ് എവരിബഡി ഇൻ ദി സൊസൈറ്റി ബിക്കംസ് എ റിയാലിറ്റി. എല്ലാവരുടെ റൈറ്റ്സും റിയാലിറ്റി ആയിട്ട് മാറണമെങ്കിൽ മറ്റുള്ളവരുടെ റൈറ്റ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു ഓൺ ദി റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്ന എക്സ്ട്രാക്റ്റിലൂടെ E.M. ഫോസ്റ്റർ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗാർഡിനർ ഈ ഒരു എസ്സേ ബിഗിൻ ചെയ്യുമ്പോൾ ഗാർഡിനർ നരേറ്റ് ചെയ്യുന്നു ദ സ്റ്റോറി ഓഫ് എ സ്റ്റൗട്ട് ഓൾഡ് ലേഡി ഹു വാക്ക്ഡ് അലോങ് ദി മിഡിൽ ഓഫ് ദ റോഡ് ഇൻ പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡിലെ റോഡിന് മിഡിലിലൂടെ നടന്നു പോകുന്ന ഒരു ലേഡിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ലേഡിയുടെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഈ ഒരു എസ്സേ തന്നെ എന്ത് ചെയ്യുന്നത്? ബിഗിൻ ചെയ്യുന്നത് കേട്ടോ. ഗാർഡിനർ നരേറ്റ്സ് ദ സ്റ്റോറി ഓഫ് എ സ്റ്റൗട്ട് ഓൾഡ് ലേഡി ഹു വാക്ക്ഡ് അലോങ് ദ മിഡിൽ ഓഫ് ദ റോഡ് ഇൻ പെട്രോഗ്രാഡ്. Her walk created traffic problem. When it was brought to her attention, she remarked that she was going to walk wherever she liked and that she had got the freedom to do so. അപ്പോൾ ഈ മിഡിൽ ഓഫ് ദ റോഡിലൂടെ വാക്ക് ചെയ്തപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? ട്രാഫിക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. അറ്റ് ദാറ്റ് ടൈം ആ ട്രാഫിക് പോലീസ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രാഫിക് പോലീസിനോട് പറയുക ഐ ആം ഗോയിങ് ടു വാക്ക് വെയർ എവർ ഐ ലൈക്ഡ്. അല്ലേ, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൂടെ ഞാൻ നടന്നു പോകും. ഐ ഹാവ് ഗോട്ട് ദ ഫ്രീഡം ടു ഡൂ സോ. എനിക്ക് അത് ചെയ്യാനുള്ള എന്തുണ്ട്? ഫ്രീഡം ഉണ്ട് എന്ന് ആ പോലീസിനോട് മെൻഷൻ ചെയ്യുക. If the cab drivers use their freedom in the way by driving along the pavement, then there would be utter confusion. At that time, remark ഇതായിരുന്നു, ക്യാബ് ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ് അവരുടെ ഫ്രീഡം ഈ ഒരു രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ടാക്സി എവിടെ ഓടിക്കുക? പേവ്മെൻറ്റിലൂടെ, ഫുട്പാത്തിലൂടെ ടാക്സി ഓടിച്ചു കഴിഞ്ഞാൽ there would be utter confusion. ടോട്ടൽ എന്തായിട്ട് മാറും? അവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. then the individual liberty would have become social anarchy. അപ്പോൾ ഇൻഡിവിജ്വൽ ലിബർട്ടി അവിടെ എന്തായിട്ട് മാറുകയാണ്? സോഷ്യൽ
അനാർക്കി, സോഷ്യൽ കൺഫ്യൂഷൻ, സൊസൈറ്റിയിലൊരു ഓർഡർലെസ്സിലേക്ക് മാറുകയാണ് ഇൻഡിവിജ്വൽ ലിബർട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് അനോട്ടേഷൻ ചോദിക്കുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന അനോട്ടേഷനാണ് ഇൻഡിവിജ്വൽ ലിബർട്ടി വുഡ് ഹാവ് ബിക്കം സോഷ്യൽ അനാർക്കി. Gardiner tells us that in order to preserve social liberty, liberty of everyone must be curtailed. ഗാർഡിനർ ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇൻ ഓർഡർ ടു പ്രിസർവ് സോഷ്യൽ ലിബർട്ടി പ്രിസർവ് ചെയ്യണമെങ്കിൽ, അല്ലേ, സൊസൈറ്റിക്ക് ഉള്ള ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ, സൊസൈറ്റിയിലെ പീപ്പിളിനെ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ലിബർട്ടി ഓഫ് എവറി വൺ മസ്റ്റ് ബി കർട്ടൈൽഡ്. എല്ലാവരുടെ ലിബർട്ടിയും നമ്മൾ എന്ത് ചെയ്യണം? കർട്ടൈൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ? റെസ്ട്രിക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയിൽ ലിബർട്ടി ഉണ്ടാകണമെങ്കിൽ എല്ലാവരുടെയും ലിബർട്ടി ഓഫ് എവറി വൺ മസ്റ്റ് ബി കർട്ടൈൽഡ്. എല്ലാവരുടെ ലിബർട്ടിയും എന്ത് ചെയ്യണം? കർട്ടൈൽ ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം. ഈ കർട്ടൈൽഡ് എന്ന് പറയുന്ന വേർഡ് സിനോണിം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാ റെസ്ട്രിക്റ്റഡ് എന്ന മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലിബർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അറ്റ് ദ സെയിം ടൈം നമ്മൾ സോഷ്യൽ ലിബർട്ടിയെയും എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. സൊസൈറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് A.G. ഗാർഡിനറുടെ ഒപ്പീനിയൻ. According to Gardiner, one has to submit to the restriction of private liberty in order to enjoy social order, which makes one's liberty a reality. Liberty is not a personal affair but a social contract. അപ്പോൾ ഗാർഡിനറുടെ മെസ്സേജ് ഇതാ, ലിബർട്ടി എന്ന് പറയുന്നത് എന്തല്ല? ലിബർട്ടി ഈസ് നോട്ട് എ പേഴ്സണൽ അഫെയർ, അല്ലേ, ഒരു പേഴ്സണൽ അഫെയർ അല്ല ലിബർട്ടി എന്ന് പറയുന്നത്, ബട്ട് എ സോഷ്യൽ കോൺട്രാക്ട്. ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് ഏതാ? ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ലിബർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിട്ട് വരത്തില്ല, പേഴ്സണൽ അഫെയർ ഉള്ളി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എൻ്റെ ലിബർട്ടിയാണ്, ഇത് ചെയ്യാനുള്ളത് എൻ്റെ ലിബർട്ടിയാണ് എന്നല്ല നമ്മൾ പറയാനുള്ളത്. നമ്മുടെ ലിബർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ ലിബർട്ടിയെയും കൺസിഡർ ചെയ്യണമെന്ന A.G. ഗാർഡിനറുടെ ഒപ്പീനിയൻ. ആൻഡ് ലിബർട്ടി ഈസ് ആൻ അക്കോമഡേഷൻ ഓഫ് interest. A person may be as free as he likes when he does not interfere with anyone else. A person has absolute freedom to wear whatever dress he likes. He can go to bed late or get up early. അല്ലേ, അപ്പോൾ ഈ നെക്സ്റ്റ് സെൻറ്റൻസസിലൂടെ ഗാർഡിനർ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഗാർഡിനർ ഒരു കറക്റ്റ് ലൈൻ മാർക്ക് ചെയ്യുകയാണ്. വാട്ട് ഈസ് മീൻ ബൈ പേഴ്സണൽ ലിബർട്ടി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ പബ്ലിക് ലിബർട്ടി ഓർ സോഷ്യൽ ലിബർട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ലിബർട്ടി എന്ന് പറയുന്നത് പല ടൈപ്പ്, പല ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുകയാണ്? അക്കോമഡേറ്റ് ചെയ്യുകയാണ്. ഇതിലൂടെ ലിബർട്ടിയിലൂടെ. ഓക്കെ, ലിബർട്ടി ഈസ് ആൻ അക്കോമഡേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. എ പേഴ്സൺ മേ ബി ആസ് ഫ്രീ ആസ് ഹി ലൈക്സ്. ഒരു പേഴ്സണ് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. വെൻ ഹി ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിവൺ എൽസ്, അല്ലേ, മറ്റുള്ളവരുടെ റൈറ്റ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫ്രീഡത്തിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല, അല്ലേ. നമ്മുടെ ഫ്രീഡം ഉണ്ട്, അറ്റ് ദ സെയിം ടൈം അതുപോലെ മറ്റുള്ളവർക്കും ഫ്രീഡം ഉണ്ട്. മറ്റുള്ളവരുടെ ഫ്രീഡത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. എ പേഴ്സൺ ഹാസ് അബ്സല്യൂട്ട് ഫ്രീഡം ടു വെയർ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അല്ലേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്? മറ്റുള്ളവരെ അത് അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. നമുക്ക് ഹി ക്യാൻ ഗോ ടു ബെഡ് ലേറ്റ് ഓർ ഗെറ്റ് അപ്പ് ഏർലി. നമുക്ക് ലേറ്റായിട്ട് ബെഡിൽ കിടക്കാം, അല്ലേ, നേരത്തെ എണീക്കാം. അതൊക്കെ നമ്മുടെ ഫ്രീഡമാണ്. ബട്ട് അത് മറ്റുള്ളവരെ ഇൻ്റർഫിയർ ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, സിമിലർലി സംടൈംസ് കേട്ടിട്ടുണ്ട്, അവരെന്താ ലേറ്റായിട്ട് കിടക്കാൻ പോകുന്നത്, അങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ചോദിക്കുന്നവരെ അഫക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രോബ്ലം ഇല്ലല്ലോ. അതാ പറയുന്ന പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിവൺ എൽസ്, അല്ലേ, എനി അതേഴ്സ് ലിബർട്ടി. മറ്റുള്ളവരുടെ ലിബർട്ടിയുമായിട്ട് അത് ഇൻ്റർഫിയർ ചെയ്യാതിരുന്നാൽ മതി എന്നുള്ള പോയിൻ്റാണ് A.G. ഗാർഡിനറുടെ. ഓക്കെ, എ പേഴ്സൺ ഹാസ് അബ്സല്യൂട്ട് ഫ്രീഡം ടു വെയർ വാട്ട് എവർ ഡ്രസ് ഹി ലൈക്സ്. ഹി ക്യാൻ ഗോ ടു ബെഡ് ലേറ്റ് ഓർ ഗെറ്റ് അപ്പ് ഏർലി. സിമിലർലി വൺ ക്യാൻ ഈറ്റ് മട്ടൺ വിത്ത് ഓർ വിത്തൗട്ട് മസ്റ്റാർഡ് സോസ് യൂസ് ചെയ്ത് നമുക്ക് മട്ടൺ കഴിക്കാം, അല്ലെങ്കിൽ ഇല്ലാതെ നമുക്ക് മട്ടൺ കഴിക്കാം, അല്ലേ. സോസ് ഇല്ലാതെ നമുക്ക് മട്ടൺ കഴിക്കാം, അതെൻ്റെ ചോയ്സാണ്. വൺ ഹാസ് ദ റൈറ്റ് ടു മാരി എ ഫെയർ ലേഡി ഓർ ഡാർക്ക് ലേഡി. ഫെയർ ലേഡിയെ മാരി ചെയ്യാം. ഇപ്പോൾ ഒരാളടുത്ത് ചോദിക്കാം, നിങ്ങളെന്താ ഈ ഡാർക്ക് കളർ ലേഡിയെ മാരി ചെയ്തേക്കുന്നത്? അത് അയാളുടെ ഇഷ്ടമല്ലേ. ഓക്കെ, ഫെയർ ലേഡിയെ മാരി ചെയ്യാം. അതുപോലെ തന്നെ എന്താ ഈ ഡാർക്ക് ലേഡിയെ മാരി ചെയ്യാം. അത് ഓരോരുത്തരുടെ ലിബർട്ടിയാണ്. ഇപ്പോൾ ഒരാൾ ഡാർക്ക് ലേഡിയെ മാരി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല, അത് മറ്റൊരാളുടെ ലിബർട്ടിയെ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് പറയുന്നത് A.G. ഗാർഡിനർ, കേട്ടോ.
പ്രിഫർ എല്ല വീലർ വിൽക്കോക്സ് ടു വേർഡ്സ്വർത്ത്. അപ്പം നിങ്ങൾ ഈ എല്ല വീലർ വിൽക്കോക്സും വേർഡ്സ്വർത്തും ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അനോട്ടേഷനാണ്. എല്ല വീലർ വിൽക്കോക്സ് എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റിനെ ചൂസ് ചെയ്യാം അല്ലേ, വേർഡ്സ്വർത്തിനെ ചൂസ് ചെയ്യുന്നതിനേക്കാളും. നമുക്കിപ്പോൾ എല്ലാവരും റൊമാൻറ്റിക് പോയിട്ടായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ പോംസ് തന്നെ വായിക്കണമെന്നില്ല. ഓക്കെ, നമുക്ക് ആ ഇഷ്ടമുള്ള പോയിറ്റിനെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ഞാനിപ്പോൾ അമേരിക്കൻ പോയിറ്റിൻ്റെ പോം വായിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ അത് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഓക്കെ, അതാ പേഴ്സണൽ ലിബർട്ടി ആൻഡ് പ്രൈവറ്റ് ലിബർട്ടി ഓർ സോഷ്യൽ ലിബർട്ടി എന്ന് പറയുന്നത്. പ്രിഫർ എല്ല വീലർ വിൽക്കോക്സ് ടു വേർഡ്സ്വർത്ത് ഓർ ഷാമ്പെയിൻ ടു ഷാൻഡിഗാഫ്. ഒരു ജിഞ്ചർ എയിലാണ് ഷാൻഡിഗാഫ്. എല്ലാവർക്കും ഷാമ്പെയിൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യുന്നു, ഷാൻഡിഗാഫ് യൂസ് ചെയ്യാം. ഇൻ ദ സെയിം വേ ഹി ക്യാൻ ചൂസ് വിച്ച് എവർ റിലീജിയസ് പ്രാക്ടീസസ് ഈസ് ലൈക്ക് പ്രൊട്ടസ്റ്റൻ്റ് ഓർ കാത്തലിക്. എല്ലാവരും പ്രൊട്ടസ്റ്റൻ്റ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, കാത്തലിക് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. ഇഷ്ടമുള്ള റിലീജിയസ് പ്രാക്ടീസസ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നാണ്. അപ്പോൾ ഇൻഡയറക്ട്ലി ഗാർഡിനർ ഡ്രോസ് എ ലൈൻ ബിറ്റ്വീൻ പേഴ്സണൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ ലിബർട്ടി. അപ്പോൾ ഈ പാരഗ്രാഫിലൂടെ അല്ലെങ്കിൽ ഈ സെൻറ്റൻസസിലൂടെ ത്രൂ ദീസ് സെൻറ്റൻസസ് ഗാർഡിനർ ഡ്രോസ് എ ഡിഫറൻസ് ഓർ എ ലൈൻ ബിറ്റ്വീൻ വാട്ട് ഈസ് മീൻ ബൈ പേഴ്സണൽ ലിബർട്ടി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ സോഷ്യൽ ലിബർട്ടി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അനോട്ടേഷൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷനാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, ഗാർഡിനർ റീകോൾസ് ആൻ എക്സ്പീരിയൻസ് ഹി ഹാഡ് ഇൻ എ റെയിൽവേ കാരേജ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്. ഒരു ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ഓർമ്മിച്ച് വച്ചേക്കുക. ഈ ബ്ലൂ ബുക്ക് റിലേറ്റഡ് ആയിട്ട് അനോട്ടേഷനും ഷോർട്ട് ക്വസ്റ്റ്യനും ഒക്കെ വരുന്നുണ്ട്. ഗാർഡിനർ റീകോൾസ് ആൻ എക്സ്പീരിയൻസ് ഹി ഹാഡ് ഇൻ എ റെയിൽവേ കാരേജ്. വൺ ഡേ ദി ഓതർ ഗോട്ട് ഇൻ ടു എ മോർണിംഗ് ട്രയൽ ആൻഡ് സ്റ്റാർട്ടഡ് ടു റീഡ് ബ്ലൂ ബുക്ക്. ഓക്കെ, അപ്പോൾ ഗാർഡിനറുടെ ഓൺ എക്സ്പീരിയൻസ് ഗാർഡിനർ ഇവിടെ മെൻഷൻ ചെയ്യുക. ഗാർഡിനർ ഒരു മോർണിംഗ് ട്രയലിന് പോകുന്നു. അറ്റ് ദാറ്റ് ടൈം ഗാർഡിനർ എന്ത് റീഡ് ചെയ്യുക, ബ്ലൂ ബുക്ക് റീഡ് ചെയ്യുക. ബ്ലൂ ബുക്സ് നെവർ ഗേവ് റീഡിങ് പ്ലഷർ അല്ലേ. ബ്ലൂ ബുക്ക് വായിച്ചാൽ അത്രത്തോളം എന്ത് കിട്ടത്തില്ല, ഹാപ്പിനെസ് ഒന്നും കിട്ടത്തില്ല. ഇറ്റ്സ് എ ഒഫീഷ്യൽ ബുക്ക്, ഇറ്റ്സ് എ ഗവൺമെൻറ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ബുക്കാണ്, ഒഫീഷ്യൽ ബുക്കാണ് ഈ ഒരു ബ്ലൂ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ ബുക്ക് റീഡ് ചെയ്യുന്നത് കൊണ്ട് അത്രത്തോളം ഹാപ്പിനെസ് ഒന്നും കിട്ടത്തില്ല. ഇഫ് എനിബഡി റീഡ്സ് എ ബുക്ക് ഫോർ പ്ലഷർ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട് ഹിം അല്ലേ. ആരെങ്കിലും ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇഫ് എനിബഡി റീഡ്സ് എ ബുക്ക് ഫോർ പ്ലഷർ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട് ഹിം. അപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുക അല്ലേ, എന്താ നമ്മൾ ഏതെങ്കിലും ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുക, തോമസ് ഹാഡിയുടെയോ അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസിൻ്റെയോ ഒക്കെ ഏതെങ്കിലും ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്ട് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട് മീ എന്നുള്ളത് എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് അത് എൻ്റർടൈൻമെൻറ്റിനാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന ആ ഒരു നോയ്സ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. ജസ്റ്റ് സീരിയസ് റീഡിങ് ആണെന്നുണ്ടെങ്കിൽ നോയ്സ് അറൗണ്ട് എ പേഴ്സൺ വിൽ ഡിസ്റ്റർബ് ദാറ്റ് പേഴ്സൺ എന്നാണ്. ആ ചുറ്റും നടക്കുന്ന നോയ്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എക്സാമിന് നമ്മളിങ്ങനെ ചുമ്മാതെ പഠിക്കാതെ നടക്കുന്നു, നമ്മൾ ബുക്സൊക്കെ വായിക്കുന്നു. നമ്മൾ ഇൻ കേസ് ടി വി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഫോണിലെ റീൽസ് എന്തെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ നോട്ട്ബുക്ക് വായിച്ചിട്ടിരിക്കുക. ആ സമയം നമ്മളെ യാതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതർ സൈഡിലെ ആക്ടിവിറ്റീസും അതുപോലെ നടക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എക്സാമിൻ്റെ തലേ ദിവസം ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ആ ടൈമിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പഠിക്കുക. അപ്പോൾ ജസ്റ്റ് അടുത്തൂടെ ആരെങ്കിലും പാസ് ചെയ്ത് പോയാൽ മതി, ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ പാരൻസോ ആരെങ്കിലും ഒന്ന് പാസ് ചെയ്ത് പോയാൽ മതി, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. വൈ ആർ യു വാക്കിംഗ് ഹിയർ ആൻഡ് ദെയർ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആവും. കാരണം സീരിയസ് സ്റ്റഡി ആണെങ്കിൽ നോയ്സ് അറൗണ്ട് എ പേഴ്സൺ ഡിസ്റ്റർബ് ഹിം അല്ലേ. ബട്ട് അത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എർത്ത് ക്വേക്ക് നടന്നാൽ പോലും നമ്മളത് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു പോർഷൻ അനോട്ടേഷനാണ് കേട്ടോ. ഇവിടെ 2 വർക്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രിസ്ട്രം ഷാൻഡി, പിന്നെ ഒന്ന് ട്രഷർ ഐലൻഡ് എന്ന് പറയുന്ന 2 നോവൽസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ട്രിസ്ട്രം ഷാൻഡി ട്രഷർ ഐലൻഡ് വരുന്ന പോർഷൻ എന്താണ്, അനോട്ടേഷനാണ്. ഗാർഡിനർ റീകോൾസ് എൻ എക്സ്പീരിയൻസ് ഹി ഹാഡ് ഇൻ എ റെയിൽവേ കാരേജ്. One day, the author got into a morning trial, started to read a blue book. Blue books never gave reading pleasure. If anybody reads a book for pleasure, it does not matter what is going on around him. Just ഞാനിപ്പോൾ മെൻഷൻ ചെയ്തതാണ് അല്ലേ. ആരെങ്കിലും ഹാപ്പിനെസ്സിന് വേണ്ടി ഒരു ബുക്ക് വായിക്കുന്നു, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. ബട്ട് ഇൻ സീരിയസ് റീഡിങ് നോയ്സ് അറൗണ്ട് എ പേഴ്സൺ വിൽ ഡിസ്റ്റർബ് ദ റീഡിങ്. ബട്ട് അതൊരു സീരിയസ് റീഡിങ് ആണെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന നോയ്സ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും. ഇൻ ഗാർഡിനേഴ്സ് വ്യൂ
വൺ കുഡ് എൻജോയ് ട്രിസ്റ്റം ഷാൻഡി ഓർ ട്രഷർ ഐലൻഡ്. അപ്പോൾ ഗാർഡിനറുടെ ഒപ്പീനിയനിൽ ഒരാൾക്ക് ട്രിസ്റ്റം ഷാൻഡിയോ ട്രഷർ ഐലൻഡോ വായിക്കാം ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എർത്ത് ക്വേക്ക് അല്ലേ. ഈ എർത്ത് ക്വേക്ക് നടക്കുന്ന അതിൻ്റെ ഇടയിൽ പോലും ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എർത്ത് ക്വേക്ക് നടക്കുന്ന ടൈമിൽ പോലും എന്ത് വായിക്കാം, നോവൽ വായിക്കാം അല്ലേ, എൻ്റർടൈൻമെൻറ്റിനുള്ള ബുക്സ് വായിക്കാം. കാരണം നമ്മൾ അറിയത്തില്ല. While he was reading, while our author was reading, a couple of men came into the compartment. നമ്മുടെ ഓഥർ ഇങ്ങനെ ബ്ലൂ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എ കപ്പിൾ ഓഫ് മെൻ, 2 പേര് കമ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു. വൺ ഓഫ് ദം ടോക്കിംഗ് ടു ദി അതർ ഇൻ എ ലൗഡ് ആൻഡ് പോംപസ് വോയിസ് അല്ലേ. ഒരാൾ മറ്റൊരാളോട് ഭയങ്കര ലൗഡ് വോയിസിൽ സംസാരിക്കാം. ഹി വാസ് എ സെൽഫ് ഇമ്പോർട്ടൻറ്റ് മാൻ ഹു ടോക്ക്ഡ് എലാബറേറ്റ്ലി അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. ഭയങ്കര സെൽഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനാണ്. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാതെ അയാളെക്കുറിച്ച് സംസാരിക്കുന്നു, അയാളുടെ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ദിസ് ബിക്കം എ ഗ്രേറ്റ് ഡിസ്റ്റർബൻസ് ടു ദ ഓഥർ. ഓഥറിന് എന്തായിട്ട് മാറി? അത് ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറി. ഇറ്റ് വാസ് ലൈക്ക് എ ബാരൽ ഓർഗൻ ഗ്രോണിങ് ഔട്ട് സം ബാനൽ സോങ് ഓഫ് ലോങ് അഗോ. കുറേ നാൾ നമ്മൾ യൂസ് ഇരുന്നിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ആ ഒരു വളരെ മോശമായിട്ടുള്ള സോങ് പോലെയാണ് ഈ നമ്മുടെ ഈ സെൽഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാൻ്റെ ആ ഒരു ടോക്കിനെ കുറിച്ച് നമ്മുടെ ഓഥർ മെൻഷൻ ചെയ്യുന്നത്. ഗാർഡിനർ പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ദ മാൻ ഹു ഡിസ്റ്റർബ്ഡ് ഹിം ലാക്ഡ് സോഷ്യൽ സെൻസ്. അപ്പോൾ ഗാർഡിനർ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു, ഈ ഒരു സംഭവം മെൻഷൻ ചെയ്ത ആളുണ്ടല്ലോ, ആരാ? ദ മാൻ ഹു ഡിസ്റ്റർബ്ഡ് ഹിം. ആ ഒരു കപ്പിൾ ഓഫ് മെന്നിൽ സെൽഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു മനുഷ്യൻ അയാൾക്ക് ലാക്ഡ് സോഷ്യൽ സെൻസ്. ഹൗ ടു ബിഹേവ് ഇൻ സൊസൈറ്റി എന്നുള്ളത് അയാൾക്ക് അറിയത്തില്ല. അക്കോർഡിംഗ് ടു ദ ഓഥർ വിമൻ ആർ ലെസ് സിവിലൈസ്ഡ് ദാൻ മെൻ എന്ന്. ഓക്കെ, നമ്മുടെ A.G. ഗാർഡിനർ മെൻഷൻ ചെയ്യുന്നു സ്ത്രീകളെന്ന് പറയുന്നത് ലെസ് സിവിലൈസ്ഡ് ആണ്. ആരെക്കാളും? മെന്നിനെക്കാളും. ചെറിയ വേറെ ഭയങ്കരമായിട്ടുള്ള ഒരു കോണ്ടക്സ്റ്റിലല്ല പറയുന്നത്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലാണ് പറയുന്നത്. എ വെൽ ഡ്രസ്ഡ് വുമൺ വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു പുഷ് ഹെർസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യൂ അറ്റ് എ ടിക്കറ്റ് ഓഫീസ് ബട്ട് എ മാൻ ഡസ് നോട്ട് അറ്റംപ്റ്റ് ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു വുമൺ ഒരിക്കലും അവർ ടിക്കറ്റ് ഓഫീസിലൊന്ന് ക്യൂ ഒന്നും നിൽക്കത്തില്ല. അവർ ജസ്റ്റ് അവരെന്ത് ചെയ്യും, ഒന്ന് ഇത് പേ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അവരങ്ങ് ഫ്രണ്ടിലേക്ക് കയറി പോകും എന്നാണ് നമ്മുടെ ഓഥർ പറയുന്നത്. പക്ഷേ ഒരു മാൻ ആണെങ്കിൽ അയാളത് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഹി നോസ് ദാറ്റ് ദി അതർ പീപ്പിൾ വുഡ് നോട്ട് ടോളറേറ്റ് സച്ച് ബിഹേവിയർ ഫ്രം ഹിം. മറ്റുള്ള പീപ്പിൾ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യില്ല എന്ന് ആർക്കറിയാം? ഒരു മാനിനറിയാം. കാരണം എ മാൻ ഹാസ് ലീവ്ഡ് മോർ ഇൻ ദി ബ്രോഡ് കറണ്ട് ഓഫ് ദ വേൾഡ് വെയർ ഹി ഹാസ് ലേൺ ടു അക്കോമഡേറ്റ് ഹിംസെൽഫ്. അയാൾ കറണ്ടായിട്ടുള്ള ഇയറിനെ അത്രയും ടോട്ടലി അപ്ഡേറ്റ് ചെയ്യുന്നു. അതുപോലെ അയാൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളത് അയാൾ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റുള്ള പീപ്പിൾ ഇത്രത്തോളം ബിഹേവിയർ ടോളറേറ്റ് ചെയ്യത്തില്ല എന്ന് തിങ്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ആർക്കുണ്ട്? ഒരു മാനിനുണ്ട് എന്നാണ് നമ്മുടെ ഈ A.G. ഗാർഡിനറുടെ ഒപ്പീനിയൻ. ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി ലേൺഡ് ഡ്യൂറിങ് സ്കൂൾ ലൈഫ് ഓർ ക്ലബ് ലൈഫ്. അല്ല, ഈ തിങ്സ് എല്ലാം എവിടെ നിന്നാണ് പഠിച്ചത്? സ്കൂൾ ലൈഫിൽ നിന്നും ക്ലബ് ലൈഫിൽ നിന്നും ഒക്കെയാണ് പഠിച്ചത്. വിമൺ ആർ ഓൺലി ബിഗിനിങ് ടു ഗെറ്റ് ട്രെയിനിങ് ലൈക്ക് ദിസ് ഇൻ ദിസ് ഫീൽഡ്. അല്ലേ, സ്ത്രീകൾക്ക് ആ ഒരു ഫീൽഡിൽ ട്രെയിനിങ് കിട്ടി വരുന്നതേ ഉള്ളൂ എന്നാണ് A.G. ഗാർഡിനറുടെ ഒപ്പീനിയൻ. സോ ഗാർഡിനർ സസ് ദാറ്റ് എ റെസ്പോൺസിബിൾ കൺസിഡറേഷൻ ഫോർ ദ റൈറ്റ്സ് ഓർ ഫീലിംഗ്സ് ഓഫ് അതേഴ്സ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ കോണ്ടാക്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ റൈറ്റ്സിനും ഫീലിങ്സിനും ഒക്കെ എന്ത് കൊടുക്കണം? കൺസിഡറേഷൻ കൊടുക്കണം. അതാണ് സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ കോണ്ടാക്ട്? വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ കോണ്ടാക്ട്? ഗാർഡിനർ സസ് ദാറ്റ് എ റെസ്പോൺസിബിൾ കൺസിഡറേഷൻ ഫോർ ദ റൈറ്റ്സ് ഓർ ഫീലിങ്സ് ഓഫ് അതേഴ്സ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ കോണ്ടാക്ട്. അല്ലേ, സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനും റൈറ്റ്സിനും ഒക്കെ എന്ത് കൊടുക്കണം? കൺസിഡറേഷൻ കൊടുക്കണം. അതാണ് സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ റൈറ്റ്സാണ് എന്ന് പറയുന്നതിനേക്കാളും മറ്റുള്ളവരുടെ റൈറ്റ്സിനും കൂടെ ടോട്ടലി നമ്മൾ എന്ത് കൊടുക്കുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാലേ സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ ആ ഒരു ബേസിസിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ബെറ്റർ സോഷ്യൽ കോണ്ടാക്റ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെയും കൂടെ അതർ പീപ്പിളിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. The author's opinion is that the rights of small people and quiet people are as important to preserve the rights of small nationalities. The aggressive bullying horn which some motorist deliberately creates a lot of problems to the pedestrians. നമ്മൾ തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം.
അതായത് ഭയങ്കരമായിട്ട് ബുള്ളിങ് ആയിട്ടുള്ള ഹോൺ യൂസ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന, വണ്ടിയിൽ കയറുന്ന മാത്രം ഓർമ്മയുണ്ട്, പിന്നെ ഫിംഗർ വയ്ക്കുന്ന ഏതിലാണ് ഹോണില്ല. അപ്പോൾ ആ ഫുൾ ടൈം ഇങ്ങനെ ഹോൺ യൂസ് ചെയ്ത് പോകുന്ന മോട്ടോറിസ്റ്റ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഡെലിബറേറ്റ്ലി ക്രിയേറ്റ്സ് പ്രോബ്ലംസ് ടു ദ പെഡസ്ട്രിയൻസിന് അതെന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇങ്ങനത്തെ ബുള്ളിങ് ഹോൺ യൂസ് ചെയ്യുന്ന മോട്ടോറിസ്റ്റ്. ദേ ക്യാൻ അനൗൺസ് ദെയർ അറൈവൽ ലൈക്ക് ജെന്റിൽമാൻ. നമ്മുടെ ഓദർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമറുണ്ട്, അതുപോലെ മെസ്സേജും അല്ലേ, സോഷ്യൽ എഡ്യൂക്കേഷനും കൂടെ മീൻ ചെയ്യുന്ന എസ്സേയിസ്റ്റാണ്. അപ്പോൾ ഇതൊരു ഹ്യൂമറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മോട്ടോറിസ്റ്റ് അല്ലേ, ഈ ഡെലിബറേറ്റായിട്ട് ബുള്ളിങ് ഹോൺ യൂസ് ചെയ്യുന്ന മോട്ടോറിസ്റ്റ്, ദേ ക്യാൻ അനൗൺസ് ദെയർ അറൈവൽ ലൈക്ക് ജെന്റിൽമാൻ. അല്ല, ഞാനിതാ വരുന്നു, VIP ആണ്, മാറിക്കോ എന്നുള്ള രീതിയിലായിരിക്കാം അവരുടെ അറൈവലിനെ എന്ത് ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത്. ദി ഓദർ കോൾസ് ദം ആൻ അഗ്ലി സ്പെക്ടക്കിൾ ഇൻ എ സിവിലൈസ്ഡ് വേൾഡ്. അപ്പോൾ ഇങ്ങനെ ബുള്ളിങ് ഹോൺ യൂസ് ചെയ്യുന്ന മോട്ടോറിസ്റ്റിനെ നമ്മുടെ ഓദർ വിളിക്കുന്നത് എന്താണ്, ആൻ അഗ്ലി സ്പെക്ടക്കിൾ ഇൻ എ സിവിലൈസ്ഡ് വേൾഡ്. ഈ വേൾഡ് എന്ന് പറയുന്നത് സിവിലൈസ്ഡ് ആണ് അല്ലേ, അവിടുത്തെ പീപ്പിളാണ് അത് മോശമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെലിബറേറ്റായിട്ട് ഫോൺ യൂസ് ചെയ്ത് പെഡസ്ട്രിയൻസിന് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഈ മോട്ടോറിസ്റ്റിനെ അഗ്ലി സ്പെക്ടക്കിൾ എന്നാണ് നമ്മുടെ ഓദർ മെൻഷൻ ചെയ്യുന്നത്. ദിസ് ഈസ് ദ സെയിം ഇൻ ദ കേസ് ഓഫ് എ പേഴ്സൺ who enjoys music and blowing the noise into his neighbor's ears with maximum of violence. അപ്പോൾ ഓദർ പറയുന്നുണ്ട് അടുത്ത്, സംടൈംസ് നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവാം. മാക്സിമം വോയിസിലിട്ട് മ്യൂസിക് കേൾക്കുന്ന നൈബേഴ്സ് ഉണ്ടായിരിക്കാം അല്ലേ, അവരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് മ്യൂസിക് മാക്സിമം വോയിസിലിട്ട് കേൾക്കുന്നവരായിരിക്കാം. ഗാർഡിനർ ഈ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട്, whenever there is a clash of different interests, we should try for a reasonable solution. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റിൻ്റെ ക്ലാഷസ് വരുമ്പോൾ, നൈബർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മ്യൂസിക് കേൾക്കണം, നമുക്കത് മ്യൂസിക് ഭയങ്കരമായിട്ട് കേൾക്കുന്നു, നമ്മൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് ജോബ് ചെയ്യുന്ന ടൈമിലായിരിക്കും ഈ മ്യൂസിക് കേൾക്കുന്നത്, അപ്പോൾ നമുക്കത് ഡിസ്റ്റർബൻസാണ്. അങ്ങനെയാണെങ്കിൽ ഗാർഡിനർ പറയുന്നു, ഇങ്ങനെ ഇതൊരു എക്സാമ്പിളായിട്ടാണ് ഗാർഡിനർ പറയുന്നത്, ഇങ്ങനെ ക്ലാഷസ് ഓഫ് ഒപ്പീനിയൻ വരുമ്പോൾ, ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് വരുമ്പോൾ നമ്മൾ തന്നെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഗാർഡിനറുടെ ഒപ്പീനിയൻ. നമ്മളൊരു റീസണബിൾ ആയിട്ടുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. And he talks about two persons in his neighborhood, a lady who dotes street pianos and a man who gets irritated whenever he hears street pianos. ഇപ്പോൾ നൈബർഹുഡിലുള്ള രണ്ട് പേഴ്സൺസിൻ്റെ സ്റ്റോറി പറയുക, രണ്ട് പേഴ്സൺസിനെ കുറിച്ച് പറയുക. ഒരു ലേഡിയാണ്, സ്ട്രീറ്റ് പിയാനോസ് ഡോട്ട്സ് ചെയ്യുന്ന ലേഡി. അതുപോലെ ആ സ്ട്രീറ്റ് പിയാനോസ് ഡോട്ട്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് കേൾക്കുമ്പോൾ ആ ഒരു മാൻ, അയാൾ ടോട്ടലി ഇറിറ്റേറ്റഡ് ആയിട്ട് മാറുന്നു. ആ സമയത്ത് ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻസിൻ്റെ ക്ലാഷസ് ഉണ്ടാകുന്നു, ബട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹ്യൂമറസ്ലി നമ്മുടെ ഓദർ പറയുന്നുണ്ട്, only Sancho Panza in Don Quixote could decide it. അല്ലേ, ഡോൺ ക്യുഹോട്ട് എന്ന് പറയുന്നത് സെർവാൻഡസ് എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ വർക്കാണ്, നോവലാണ്. അപ്പോൾ ആ ഒരു നോവലിലെ മേജർ ക്യാരക്ടറാണ് സാൻജോ പാൻസ. എന്ത് സൊല്യൂഷൻ ഇല്ലാത്ത കേസിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ക്യാരക്ടറാണ് സാൻജോ പാൻസ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യും, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്ന് ഓദർ പറയുന്നു. In this complex world, we can neither complete anarchist nor complete socialist. We must be a judicious mixture of both. അല്ലേ, അപ്പോൾ ഈ ഒരു വേൾഡിൽ നമുക്ക് കംപ്ലീറ്റ് അനാർക്കിസ്റ്റ് ആവാനും പറ്റത്തില്ല, അതുപോലെ കംപ്ലീറ്റ് സോഷ്യലിസ്റ്റ് ആവാനും പറ്റത്തില്ല. കംപ്ലീറ്റ് അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലിബർട്ടിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യാനും പറ്റില്ല, അതുപോലെ സൊസൈറ്റിയെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാനും പറ്റില്ല. വി മസ്റ്റ് ബി എ ജുഡീഷ്യസ് മിക്സർ ഓഫ് ബോത്ത്. അപ്പം നമ്മളെയും കൺസിഡർ ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം, സൊസൈറ്റിയെയും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. വൺ ഹാസ് ടു പ്രിസർവ് വൺസ് ഓൺ ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ ലിബർട്ടി. നമ്മൾ ഇൻഡിവിജ്വൽ ലിബർട്ടിയും പ്രിസർവ് ചെയ്യണം, അതുപോലെ സോഷ്യൽ ലിബർട്ടിയും എന്ത് ചെയ്യുക, പ്രിസർവ് ചെയ്യുക. ദി ഓദർ ഓൾസോ സെസ് ദാറ്റ് ഹി ഈസ് നൈദർ എ മാർക്സിസ്റ്റ് nor a Tolstoyan but a compromise. അനോട്ടേഷനാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അനോട്ടേഷനാണ്. I am neither a Marxist nor a Tolstoyan but a compromise. ഇത് അനോട്ടേഷൻ. അപ്പോൾ നമ്മുടെ ഓദർ പറയുന്നുണ്ട്, ഞാൻ എന്തല്ല ഒരു മാർക്സിസ്റ്റ് ഐഡിയാസ് ഹോൾഡ് ചെയ്യുന്നില്ല, ടോൾസ്റ്റോയിയൻ ഐഡിയാസും അല്ല, എല്ലാത്തിൻ്റെയും ഒരു കോംപ്രമൈസ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. One individual can nurture his child the way he likes without becoming a nuisance to his neighbors
ഓർ എ ബർഡൻ ടു ദി കോമൺവെൽത്ത്, അല്ലേ? ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് എങ്ങനെ വേണോ നർച്ചർ ചെയ്യാം, വളർത്താം, അല്ലേ? ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ചൈൽഡിനെ എങ്ങനെ വേണോ നർച്ചർ ചെയ്യാം. പക്ഷേ അത് എന്താവാൻ പാടില്ല, ന്യൂയിസൻസ് ടു ഹിസ് നൈബേഴ്സ്, അല്ലെ? നൈബേഴ്സിന് ന്യൂയിസൻസ് ആവാനോ അല്ലെങ്കിൽ കോമൺവെൽത്തിന് ഒരു ബർഡൻ ആവാനോ പാടില്ല. He does not have the right to bring up his child as a pickpocketer or an uncivilized person, അല്ലേ? ചൈൽഡിനെ ഒരു പിക്ക് പോക്കറ്റിയർ ആയിട്ട് വളർത്താൻ പാടില്ല, അതുപോലെ ഒരു അൺസിവിലൈസ്ഡ് പേഴ്സൺ ആയിട്ട് വളർത്താൻ പാടില്ല. എങ്ങനെ വേണോ കുട്ടികളെ നമുക്ക് നർച്ചർ ചെയ്യാം, വളർത്താം. പക്ഷേ സൊസൈറ്റിക്ക് ഒരു ന്യൂയിസൻസ് ആവാനോ, അല്ലേ, നൈബേഴ്സിന് ഒരു ന്യൂയിസൻസോ അല്ലെങ്കിൽ കോമൺവെൽത്തിന് ഒരു ബർഡനായിട്ടോ വളർത്താൻ പാടില്ല. കുട്ടികളെ നമ്മൾ പിക്ക് പോക്കറ്റിയർ ആയിട്ടോ അൺസിവിലൈസ്ഡ് പേഴ്സണായിട്ടോ വളർത്താൻ പാടില്ല. നമ്മളെങ്ങനെ വളർത്തിയെടുക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ ഉണ്ടാവുക എന്നാൽ. അവരെ നമ്മൾ മാക്സിമം നീറ്റായിട്ട് തന്നെ വളർത്തിയെടുക്കണം. ഒരിക്കലും ഒരു ന്യൂയിസൻസ് ആവാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യരുത് എന്നാണ് AG ഗാർഡിനറുടെ ഒപ്പീനിയൻ. കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജസ് ഓൾറെഡി മെൻഷൻ ചെയ്തു. ഹിസ് എസ്സേസ് നോട്ട് ഓൺലി പ്രൊവൈഡ് ഹ്യൂമർ ബട്ട് ഓൾസോ സോഷ്യൽ എഡ്യൂക്കേഷൻ എന്ന, അതായത് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് ഈ ഒരു എസ്സേയിലൂടെ AG ഗാർഡിനർ മെൻഷൻ ചെയ്യുന്നത്. In the concluding part of the essay, Gardiner affirms that in day-to-day affairs, a civilized person should adhere to small matters of conduct like the rules of the road, അല്ലേ? അപ്പോൾ ഒരു സിവിലൈസ്ഡ് പേഴ്സൺ, ഒരു പേഴ്സൺ അയാൾ റൂൾ ഓഫ് ദി റോഡ് പോലെയുള്ള മാറ്റേഴ്സിനെ എന്ത് ചെയ്യണം, അഡ്ഹിയർ ചെയ്യണം, ഹോൾഡ് ചെയ്യണം. റൂൾസ് ഓഫ് ദ റോഡ് അല്ലെങ്കിൽ നമ്മൾ റോഡിലെ റൂൾസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? റോഡിലെ സിഗ്നൽസ്, റോഡിലെ റൂൾസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യണം. എല്ലാവരും റോഡിലെ റൂൾസ് എന്ത് ചെയ്യണം, ഒബേ ചെയ്യണം. It is our daily interaction with the people that sweeter or make better the journey as well as other things in our life, അല്ലേ? നമ്മൾ ഹൗ വി ബിഹേവ് വിത്ത് അതേഴ്സ്, അല്ലേ? നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫ് ജേണി സ്വീറ്റായിട്ട് മാറുന്നതും ബിറ്ററായിട്ട് മാറുന്നതും, അല്ലേ? നമ്മൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്താൽ അതേ ഒരു ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഇല്ലേ? നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരുമായിട്ട് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു റെസ്പോൺസേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് അവർ ഡെയിലി ഇൻറ്ററാക്ഷൻ വിത്ത് ദ പീപ്പിൾ ദാറ്റ് സ്വീറ്റർ ഓർ മേക്ക് ബിറ്റർ ദ ജേർണി ആസ് വെൽ ആസ് അതർ തിങ്സ് ഇൻ അവർ ലൈഫ്. The moments of great heroism are rare. We should remember that individual liberty has no license to undermine social liberty. അല്ലെ, ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറയുന്ന ഒരു ലൈസൻസ് അല്ല, സോഷ്യൽ ലിബർട്ടിയെ ഇല്ലാതാക്കാനുള്ള, തരം താഴ്ത്താനുള്ള ഒരു ലൈസൻസ് അല്ല എന്താ ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന്. ആര് തിങ്ക് ചെയ്തു? ആ റെയിൽവേ കാരേജിലെ സെൽഫ് ഇമ്പോർട്ടൻ്റ് എന്ന് തിങ്ക് ചെയ്യുന്ന, ഫാമിലിയെക്കുറിച്ചും അയാളെക്കുറിച്ചും ഒക്കെ ലൗഡ് ആൻഡ് പോമ്പസ് വോയിസിൽ സംസാരിക്കുന്ന ആ മാൻ തിങ്ക് ചെയ്തത് എന്താ? അത് അയാളുടെ ലിബർട്ടിയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഓഥർ പറയുന്നത് ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറയുന്ന ഒരു ലൈസൻസ് അല്ല, ടു അണ്ടർമൈൻ സോഷ്യൽ ലിബർട്ടി. ഗാർഡിനർ uses the term on the rule of the road as a symbol of right social conduct, അല്ലേ? അപ്പോൾ നമുക്ക് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഇതുവരെ ചോദിച്ചിട്ടില്ല, ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, പക്ഷെ നമ്മളിത് എഴുതണം കേട്ടോ. ഗാർഡിനർ ഈ ഒരു ഓൺ ദി റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തേക്കുന്നത് ആസ് എ സിംബൽ ഓഫ് റൈറ്റ് സോഷ്യൽ കോണ്ടാക്റ്റ്. റൈറ്റ് സോഷ്യൽ, ശരിയായ രീതിയിലുള്ള സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ സിംബലായിട്ടാണ് ഓൺ ദി റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്ന ടേം ഇവിടെ AG ഗാർഡിനർ യൂസ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇത്രയാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എസ്സേ ആണ്. ഇതിൽ കുറച്ചധികം സീക്വൻസ് ഓഫ് ഈവൻസിനെ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ബിഫോർ പഠിച്ച എസ്സേസ് പോലെ വളരെ ഒറ്റ സ്റ്റോറിയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതല്ല, കുറച്ച് സീക്വൻസ് ഓഫ് ഈവൻസിനെ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു എസ്സേ ആണ്. എക്സ്ട്രാക്റ്റ് ആണ് ഓൺ ദി റൂൾ ഓഫ് ദ റോഡ് ഫ്രം ലീവ്സ് ഇൻ ദി വിൻഡ്. ഓക്കെ, ഇങ്ങനെ വരുന്ന പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് എന്താണ് തീം എന്നൊക്കെ വെച്ച് എഴുതിയാൽ മതി. പിന്നെ ഇതിൽ ഒത്തിരി അനോട്ടേഷൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.